ഹായ് ഹലോ, എൻ്റെ പേര് രേഷ്മ. വിഷൻ വാലറ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉള്ളിൽ 2 ദിവസമായിട്ട് ഒരു പെയിനായിട്ട് നൊമ്പരമായിട്ട് എല്ലാം മാറിയിരിക്കുന്ന ഒരാളാണ് ആശിർ നന്ദ അല്ലേ. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സെൻറ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവൾ ഇന്ന് ഈ ഭൂമിനകത്തില്ല. അവള് നമ്മുടെ ഉള്ളിനകത്ത് 2 ദിവസമായിട്ട് അത്രയും ഭാരം ഉണ്ടാക്കി തന്നൊരു കുട്ടിയാണ് അല്ലേ. ഒരു പൂമ്പാറ്റായിട്ട് പറന്നു നടക്കേണ്ടത്, സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങേണ്ട ഈ പ്രായത്തിനകത്ത് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു. അതിന് അവളെ നയിച്ച കാരണങ്ങളും കാരണക്കാരുമാണ് നമ്മുടെ ഉള്ളിനകത്ത് അമർഷവും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെയാണ്. അവളതിലോട്ട് നയിച്ച കാരണം വെറും 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിനകത്ത് അവളെ ക്ലാസ് മാറ്റി ഇരുത്തുന്നു, അവളുടെ നിന്ന് ഇത് എഴുതി മേടിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കൊടുവിൽ വൈകുന്നേരം അവളുടെ വീട്ടിൽ പോയിട്ട് അവൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നു. ചില ആൾക്കാരൊക്കെ കമന്റ് ബോക്സിനകത്തൊക്കെ ഞാൻ കുറെ പേരുടെ വീഡിയോ കണ്ടപ്പോഴൊക്കെ എഴുതുന്നത് കണ്ടു, ചെറിയൊരു കാര്യത്തിന് വരെ ഇപ്പൊ പിള്ളേർ ആത്മഹത്യ ചെയ്യണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നുന്ന സമയം, ആ സമയം കഴിഞ്ഞാൽ പിന്നെ അയാൾ ഭൂമിയിൽ ഇല്ല എന്നുള്ള റിയലൈസേഷൻ അയാൾക്കുണ്ട്. അങ്ങനെ ഒരു സമയം അയാൾക്ക് ഉണ്ടാവുമ്പോൾ തികച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാള് ആ ഒരു പ്രശ്നത്തിൽ അത്രയേറെ പെട്ട് കിടന്നിട്ടുണ്ടാവും. അയാളുടെ മനസ്സ് അത്രയേറെ വേദനിച്ചിട്ടുണ്ടാവും. അയാൾക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു പ്രഷറിലാണ് എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും ആത്മഹത്യ ചെയ്യുന്നു. കാരണം അതിനുശേഷം ഒരു ജീവിതമില്ലെന്നും ഈ ഭൂമിയിൽ കാണാൻ പറ്റില്ലെന്നും അവരുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെന്നും അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടാണ് ഒരാൾ മരണത്തെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പോ ആ കുട്ടി അനുഭവിച്ച മാനസികാവസ്ഥ എന്തായിരിക്കും? അവളുടെ അച്ഛനമ്മയ്ക്കും അവളുടെ കൂടപ്പിറപ്പിനൊപ്പം ഇനിയൊരു നിമിഷം അവൾ ഈ ഭൂമിനകത്ത് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിട്ടാണ് അവൾ ആ കൃത്യം ചെയ്തത്. എന്നെ സംബന്ധിച്ച് എന്താ പറയാ, ഞാൻ ആ വാർത്ത അധികം കാണാനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം മാക്സിമം ഞാൻ സ്കിപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. കാരണം അതൊരു പെയിനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അധ്യാപനമാണ്. എനിക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ഏറ്റവും കൂടുതൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ എൻ്റെ മിസ്സിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രാർത്ഥനകളിൽ ഇന്നും എപ്പോൾ പ്രാർത്ഥിച്ചാലും ഞാൻ എൻ്റെ മിസ്സിനെ ഉൾപ്പെടുത്താറുണ്ട്. കാരണം അവരെനിക്ക് തന്നിട്ടുള്ള സ്നേഹം, അവരെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട്, അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് പോലെ എൻ്റെ സ്കൂൾ ടൈമിലൊന്നും ആരും അല്ലെങ്കിൽ എൻ്റെ പാരൻസ് പോലും എന്നെ അത്രയേറെ മനസ്സിലാക്കിയിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനൊരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു ഒരു 3 വയസ്സുവരെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ഇന്ന് അതുമില്ല. നമ്മൾ നേരെ പിള്ളേരെ കൊണ്ട് ഡേക്കലും കാര്യങ്ങളിലോട്ട് ഏൽപ്പിക്കാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അംഗനവാടി, ഇന്ന് ആ സമയത്ത് UKG LKG. അവിടെ നിന്ന് പിന്നെ നമ്മൾ പടിപടിയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തോട്ട് തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഒരു നല്ല സമയം ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ സ്കൂളുകളിലും കോളേജിലൊക്കെയാണ്. അവിടെ കിട്ടുന്ന എന്താ പറയാ ബലം, അവിടെ കിട്ടുന്ന സന്തോഷം, അവിടെ കിട്ടുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ പോവില്ല. ഒരാളുടെ സ്വഭാവം ബിൽഡ് ചെയ്യുന്നത് പോലും സ്കൂളിൽ നിന്നാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ സമയത്ത് ആണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ ജീവിതത്തിലോട്ട് കടക്കുന്നേ ഉണ്ടാവുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്യാൻ നമ്മൾ പ്രാപ്തമാകുന്നതും നമ്മളൊരു എന്താ പറയുക ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയാണ്, അധ്യാപകർ എന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തെക്കാൾ വലുതാണ്, അല്ലെങ്കിൽ ദൈവതുല്യരാണ്. കാരണം അറിവ് പകർന്നു കൊടുക്കുക, അതിൽ പരം മഹത്തായ ഒരു ജോലി ഈ ഭൂമിയിൽ എന്താ ഉള്ളത്? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ അധ്യാപകരെല്ലാവരെയും ദൈവതുല്യരായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഇന്ന് അവർക്കെല്ലാം ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കൺമുന്നിലൂടെ കടന്നുപോയിരിക്കുന്ന ഒരു പിടി അധ്യാപകർ ആ ക്വാളിറ്റി ഉള്ളവരാണ്, ഞാനത് അറിഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോ ഇപ്പൊ ആ കുട്ടീനോട് കാണിച്ച 3 അധ്യാപകരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അവരധ്യാപകർ നമുക്ക് വിളിക്കാൻ പറ്റും? അവരിതിനു മുന്നും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിപ്പുണ്ട്. നേരത്തെ അവിടെ പഠിച്ചു പോയിട്ടുള്ള പിള്ളേരും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ ഓരോ കമന്റ്സ് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്.
അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അവരുടെ ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, പിള്ളേരാണ്, കുട്ടികളാണ്, കുഞ്ഞു മനസ്സാണ്. നിങ്ങളാണ് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരുടെ ഉള്ളിനകത്ത് നമുക്കൊരിക്കലും എല്ലാ ക്ലാസ്സിലും പിള്ളേർക്ക് ഒരിക്കലും ഒരു 100% മാർക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ബിലോ ആവറേജ് ആയിട്ടുള്ള പിള്ളേരാണ്. നമുക്കൊന്നൊരു ഭയങ്കര മാർക്ക് മേടിച്ചിട്ടല്ല എൻ്റെ ടീച്ചേഴ്സൊക്കെ എന്നെ സ്നേഹിക്കുന്നതും ഞങ്ങളെ സ്നേഹിച്ചിരുന്നു ഒന്നും. അവിടെ ഒന്നും വേർതിരിവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇന്നത്തെ കാലത്ത് അത് ഉണ്ട് എന്ന് പറയുന്നു, അത് ഒരുപാടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴും ഞാൻ പറയാണ്, അധ്യാപകർ എന്ന് പറഞ്ഞാൽ തുല്യരായി കാണാൻ പറ്റണം. നിങ്ങളുടെ മക്കളെ പോലെ തുല്യരായിട്ട് നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റണം. 45 പിള്ളേർ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 3 പിള്ളേരാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ആ 3 പിള്ളേരെ നിറത്തിൻ്റെയോ ജാതിയുടെയോ മാർക്കിൻ്റെ പേരിൽ വേർതിരിക്കാതെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മക്കൾ നിങ്ങളുടെ മക്കളാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റിയാൽ മാത്രമാണ് അവരുടെ ഉള്ളിനകത്ത് നിങ്ങളൊരു നല്ല അധ്യാപകരായിട്ടുണ്ടാവും. എന്താ പറയുക, ഞാൻ ഒരുപാട് ഇമോഷണൽ ആയിട്ട് പോകുന്നൊരു കാര്യമാണത്. കാരണം എനിക്ക് ഒരുപാട് പെയിൻ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു വാർത്ത. അപ്പോൾ നിങ്ങൾ കാരണം ഈ ഭൂമിനകത്ത് ഒരാളെങ്കിലും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു ദൈവവും നിങ്ങളോട് ക്ഷമിക്കില്ല. കാരണം വേറെ ആരും ഒരു കൊലപാതകം ചെയ്താൽ പോലും നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ആ സാഹചര്യത്തിലോട്ട് എത്തിച്ചാൽ പോലും നമുക്ക് എവിടെയെങ്കിലും എന്താ പറയാ, അവൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അത് ഇന്നതാണെന്ന് തോന്നും. പക്ഷെ ഒരു അധ്യാപകര് കാരണം ഒരാളും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവരുത്. ഒരുപാട് നല്ല അധ്യാപകർ നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പുഴുക്കുത്ത് പോലും വരാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ജോലി ആപ്റ്റല്ല. ദൈവത്തെ ഓർത്ത് എല്ലാവരും തുല്യരായി കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ജോലി ഏറ്റെടുക്കരുത്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കൗൺസിലിംഗ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ആഴ്ചകളിൽ വന്നു പോകുന്നൊരു വ്യക്തിയല്ല, ഒരു പെർമനന്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് എല്ലാ സ്കൂളിലും വേണം. കാരണം പലപ്പോഴും പിള്ളേർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പലതായിരിക്കാം. ചിലപ്പോൾ സ്കൂളിൽ നിന്നാവാം, ചിലപ്പോൾ അവർ വരുന്ന സാഹചര്യത്തിൽ നിന്ന് അച്ഛനമ്മയിൽ നിന്നാവാം, അവരുടെ നെയ്ബേഴ്സിൽ നിന്നാവാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിള്ളേര് അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് അവർക്ക് അവിടെ പറയണം, എന്ത് ചെയ്യണം, ഞാൻ എന്താണ് എൻ്റെ അടുത്ത വഴി എന്നൊന്നും ചിലപ്പോൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ പങ്കുവയ്ക്കാനോ ആരും ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ അധ്യാപകരുടെ അടുത്ത് പോലും അവർക്ക് ഈ സംഭവങ്ങളൊന്നും പോയിട്ട് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അവരൊരിക്കലും അവരുടെ പാരൻസിനോട് പറയാനും പോകുള്ള 100% ഒരു 98% ആൾക്കാർ അവർക്കുണ്ടാവുന്ന ഇഷ്യൂസ് മാക്സിമം പാരൻസിനോട് പറയാറില്ല. ചിലപ്പോൾ പാരൻസ് പറയുന്ന രീതി എന്ന് വെച്ചാൽ അത് സാരമില്ല, അത് ഇങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ, അത് ഇന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് തട്ടിവിടും. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഓടിച്ചെല്ലുന്നത് അധ്യാപകരിലോട്ടായിരിക്കും. അധ്യാപകർ കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ടാവണം. കാരണം അങ്ങനെ ഒരു സംഭവം, ഒരു കൗൺസിലിംഗ് സെക്ഷൻ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുമാതിരിപ്പെട്ട് വരുന്ന മാനസിക സംഘർഷങ്ങളും പിള്ളേർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ പിള്ളേരോട് കാണിക്കുന്ന അതിക്രമങ്ങളും ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഇത് ഇവർക്ക് തുറന്നു പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇത് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർ ഒരു പക്ഷേങ്കിലും ഒന്ന് മടിക്കും, മറയ്ക്കും. ചിലപ്പോൾ പിള്ളേരെ പാരൻസ് തല്ലുന്നുണ്ടാവും, നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടാവും, അവരോട് മോശം വാക്കുകൾ പറയുന്നുണ്ടാവും. ആ സമയത്തൊക്കെ ഒരു കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം വളരെ വലുതാണ്. കാരണം എല്ലാവരും പറയും കഞ്ചാവ് മയക്കുമരുന്നിലോട്ടൊക്കെ പിള്ളേര് പോണത് ഇന്ന് സോഷ്യൽ മീഡിയ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ്, അവരുടെ കൂട്ടുകെട്ട് കൊണ്ടിട്ടാണ്. അത് മാത്രമല്ല, പലപ്പോഴും ഇതെല്ലാം അതിനൊരു ഫാക്ടറാണ്. എൻ്റെ ഈ ചാനലൊന്നും അങ്ങനെ അധികം പേര് കാണാനായിട്ട് ഒരു വഴിയില്ല. പക്ഷേ നമുക്ക് തുറന്നു പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശയങ്ങൾ ഇതുപോലെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും, ഇല്ലേ? എന്നെ പോലെ ഒരു ചെറിയൊരു എന്താ പറയാ, ലൈറ്റ് പോലും എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് ലൈറ്റിംഗ് അല്ല, അതുകൊണ്ട് എൻ്റെ വീഡിയോ അത്ര ക്ലിയർ ഉണ്ടാവില്ല. എന്നിട്ട് പോലും ഞാൻ എൻ്റെ ആശയങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ റിയലൈസ് ചെയ്തുകൊണ്ടിട്ടാണ് എനിക്കിത് പറയാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലേ?
അതുപോലെ നമ്മുടെ ക്ലാസ് മുറികളിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിലും നമ്മൾ ജോലി എടുക്കുന്ന ഒക്കെ എല്ലാ സ്ഥലത്തും ഒരാളെങ്കിലും ഇതുപോലെ കൗൺസിലിംഗ് പെർമനന്റ് സ്റ്റാഫായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. അപ്പോൾ വീണ്ടും എൻ്റെ അഭ്യർത്ഥനയാണ്, അധ്യാപനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അറിവാണ് പകർന്നു കൊടുക്കുന്നത്. അവിടെ അറിവ് പകർന്നു കൊടുക്കാൻ വരുന്നവര് തുല്യരായി കാണാൻ പഠിച്ചിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ജോലി തിരഞ്ഞെടുക്കരുത്. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു ന്യൂസ് വന്നു കഴിയുമ്പോൾ 99% പേർക്കും അതൊരു അപമാനമായിട്ട് മാറും. എന്താ പറയാ, ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്കിനി പ്രാർത്ഥിക്കാൻ പറ്റൂ. അവരുടെ അച്ഛനമ്മയ്ക്കും അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ. ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നതാണ് ആ പാരൻസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യവുമാണ്. ഞാനിന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരും ഈ ഭൂമിയിൽ നിന്ന് പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കേണ്ട. അതൊരിക്കലും എൻ്റെ മുതിർന്ന ആൾക്കാരല്ല. കാരണം അത് നമ്മളൊരു പോസിറ്റീവ് വൈബ് ഇത് നമ്മുടെ കയ്യിലുണ്ട്. കാരണം പ്രായമായി കഴിഞ്ഞാൽ മരിക്കും. അതല്ലാതെ നമ്മുടെ താഴെ നമ്മളുടെ മക്കളായിട്ട് വളരുന്നവര് ആർക്കും ഒരു അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും. കാരണം അത് നമുക്ക് ഓവർകം ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ ആ അവസ്ഥയിലൂടെയാണ് പാരൻസ് കടന്നു പോകുന്നത്. അവർക്ക് അത് തരണം ചെയ്യാനുള്ള എല്ലാ ശക്തിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസ് എന്തായാലും നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.